യാത്രകൾ നേർക്കാഴ്ചകളാണ്. ഒരുപക്ഷെ മീഡിയകളിലൂടെ നാം കാണാത്ത ഗ്രാമക്കാഴ്ചകൾ, ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിക്കാത്ത വാക്കുകൾ, പരാതികളില്ലാതെ അവനവൻ്റെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നവർ, ആരെയും കുറ്റം പറയാത്തവർ, ഒന്നിനോടും പരാതിയില്ലാത്തവർ, കാടിൻ്റെ മക്കൾ, അന്നന്നത്തേക്ക് കിട്ടുന്ന വിഭവവും സ്വീകരിച്ച് തൻ്റെ കുടിലിൽ ഉള്ളത് ഭക്ഷിച്ച് അന്തിയുറങ്ങുന്നവർ, നേരം പുലരുമ്പോൾ ഉള്ളത് കഴിച്ച് വീണ്ടും ആരെങ്കിലും പണിക്ക് വിളിച്ചാൽ ആ പണിയിടങ്ങളിലേക്ക് യാത്ര പോകുന്നവർ. അവർക്ക് സങ്കടങ്ങളുണ്ടോ? അവർക്ക് സന്തോഷങ്ങളുണ്ടോ? അവരുടെ കൂടും കുടുക്കയും എപ്പോഴെങ്കിലും നിറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കാൻ ഒത്തിരി പേരുണ്ടല്ലോ. പക്ഷേ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളിലൂടെ ഒരു യാത്ര പോയപ്പോൾ ഒത്തിരി പേരെ കാണാൻ സാധിച്ചു, ഒത്തിരി അനുഭവങ്ങളൊക്കെ അറിയാനും സാധിച്ചു. എല്ലാം സന്തോഷം തരുന്നത് മാത്രമായിരുന്നില്ല, സങ്കടപ്പെടുത്തുന്ന ഒരുപാട് നേർക്കാഴ്ചകളും യാത്രയുടെ ഭാഗങ്ങളാണ്. ചിലതെല്ലാം മനസ്സിനെ തൊട്ടുണർത്തുന്നതും ചിലതെല്ലാം മനസ്സിനെ തൊട്ടു നോവിക്കുന്നതുമാണ്. മനസ്സിൻ്റെ അകത്ത് വിങ്ങലുകൾ കൂടുമ്പോൾ ഇടയ്ക്കൊക്കെ ആ യാത്രകളെക്കുറിച്ച് എഴുതാറുണ്ട്, പറയാറുണ്ട്. നേർക്കാഴ്ചകളാണ് ഓരോ യാത്രകളും. നേരിൻ്റെ പിന്നാമ്പുറങ്ങളാണ് ഓരോ യാത്രകളും. കള്ളത്തരങ്ങളറിയാത്ത നേരിൻ്റെ നന്മയുള്ള മക്കളുടെ ഇടം. അതിനെ വീടെന്നോ കുടിലെന്നോ വിളിക്കാം. അവർക്കൊന്നിനോടും പരാതിയില്ല. വെള്ളം കയറുമ്പോഴും ചോർന്നൊലിക്കുമ്പോഴും ഭണ്ഡാരം നിറയാത്തതുകൊണ്ടും ഖജനാവ് കാലിയാവുന്നതുകൊണ്ടും ഒന്നിനും അവർക്ക് പരാതികളില്ല, സങ്കടങ്ങളുമില്ല. അവനവൻ്റെ അന്നന്ന് കഴിഞ്ഞുകൂടുക എന്ന് മാത്രം.